ഹലോ. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂരുള്ള പേൾ റേജൻസിയിലാണ് കേട്ടോ. നമ്മളിവിടെ വന്നിട്ടുള്ളത് എക്സ് സർവീസ്മാൻ്റെ ഫാമിലി മീറ്റപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയതിന് നമുക്ക് വെൽക്കം ഡ്രിങ്കായിട്ട് പൈനാപ്പിൾ ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ പ്രസംഗവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം ഇതുപോലെ 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ ആദരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന വ്യക്തി ഉണ്ടല്ലോ, ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. എല്ലാത്തിനും പാട്ട് പാടാനാണെങ്കിലും അതെ, ഡാൻസ് കളിക്കാനാണെങ്കിലും അതെ, ഒക്കെ ഈ ഒരു 70 കഴിഞ്ഞ പ്രായത്തിൽ തന്നെ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ അവരുടെ അന്നത്തെ കാലത്ത്, അതായത് ഒരു 20-30 വയസ്സൊക്കെ ആവുന്ന ടൈമിൽ അവരൊക്കെ എങ്ങനെയായിരിക്കും, എത്ര എനർജറ്റിക് ആയിരിക്കും അല്ലേ. ശരിക്കും നല്ല ആക്റ്റീവായിട്ടാണ് കേട്ടോ എല്ലാവരും ഉള്ളത്. അവിടെ നല്ല ആക്റ്റീവായിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾക്കൊരു 11:30 ആയപ്പോൾ ചായയും കടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന വ്യക്തി ഉണ്ടല്ലോ, എല്ലാവരെയും നല്ലപോലെ രസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആരും പുതപ്പിച്ചില്ല. പുതപ്പിച്ചോ? ഇല്ല. അവിടെ കേൾക്കാമോ? ഗംഗാധര സാർ ഇവിടെ ശ്രദ്ധിക്കൂ. കണ്ണാടി വെച്ചുകൊണ്ട് കറുപ്പ ഡ്രസ് ഇട്ട് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. പിന്നെ കുട്ടികളുടെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ളവർക്കൊക്കെ പോയി ഡാൻസ് ചെയ്യാം കേട്ടോ. പാട്ടോടെ എന്ത് വേണേലും ചെയ്യാം. ഫുള്ള് ഫ്രീ ആയിട്ടാണ് കേട്ടോ. കൈതോല പായ വിരിച്ച് പായേലി പറന്നെല്ലും വളർന്ന് കാതുകുത്താനെപ്പവരും നിന്റമ്മവന്മാര് പൊന്നോ. കാതുകുത്താനെപ്പവരും നിന്റമ്മവന്മാര് പൊന്നോ. എല്ലാവരും ഒന്ന് കൈയടിക്കോ? പിന്നെ ഇവർ വന്നിട്ട് പ്രശസ്ത നാടൻപാട്ടുകാരാണ് കേട്ടോ. അവർ നല്ല പോലെ എല്ലാവരും എൻജോയ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരുടെ ക്ലാപ്പിങ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇതാ നമ്മുടെ കുട്ടിത്തിലകം സ്റ്റേജിൽ കയറി ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ സ്റ്റേജിലൊക്കെ കയറി ഡാൻസ് കളിക്കുന്നത്. ഒരു മടിയുമില്ല, സൂപ്പറായിട്ട് ഞാൻ പോയി കളിക്കട്ടെ എന്ന് കൊണ്ട് ഓടിപ്പോയി കളിച്ചാണ് കേട്ടോ. സ്റ്റെപ്പൊന്നും അറിയില്ല എങ്കിലും ചെറിയ രീതിയിൽ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ തിരുവാതിരയൊക്കെ കഴിഞ്ഞ് അവരെയും ആദരിച്ചിരുന്നു കേട്ടോ. അവർക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. വെജും നോൺ വെജും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്താണ് ഇഷ്ടം വെച്ചിട്ട് കഴിക്കാം. പിന്നെ ലാസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ മോള് ഡാൻസ് കളിക്കുന്ന ആയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ആവേശമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വന്ന് ഡാൻസ് കളിച്ചിട്ട് അവളെ എടുക്കുന്നുണ്ട്, ഒരു കളിക്കുന്നുണ്ട്. ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നെ അവസാനം അവൾക്ക് ഇതാ കളിച്ചതിൻ്റെ പേരിൽ ഒരു ട്രോഫിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പ്രൗഡ് മൊമെൻ്റാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ. ഇതൊരു വാഴയാണോ അതോ വേറെ വല്ല പ്ലാന്റ് ആണോ ഒന്നും അറിയുന്നില്ല. ശരിക്കും വാഴൻ്റെ ഇല പോലെ തന്നെ ഉണ്ട് കാണുമ്പോൾ. അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് പേര് എല്ലാവരും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ.